കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ അധിക്ഷേപങ്ങളും വ്യക്തിപരമായ കടന്നാക്രമണങ്ങളും ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് ജനാധിപത്യ മൂല്യങ്ങളെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള ഗൗരവകരമായ സംവാദങ്ങൾക്ക് ചാണ്ടിയുമ്മന്റെ വാക്കുകൾ വഴി തുറന്നിരിക്കുകയാണ്. പി.സി. ജോർജും മകൻ ഷോൺ ജോർജും ക്രൈസ്തവ സഭാ നേതൃത്വത്തിനും ദീപിക പത്രത്തിനുമെതിരെ നടത്തിയ പരാമർശങ്ങൾ കേവലം ഒരു വാഗ്വാദം എന്നതിലുപരി കേരളത്തിന്റെ സാമൂഹിക കെട്ടുറപ്പിനെയും മാധ്യമ സംസ്കാരത്തെയും ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ചൂടൊഴിഞ്ഞതിന് പിന്നാലെയാണ് പി.സി. ജോർജും മകനും കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെയും ദീപിക പത്രത്തിനെതിരെയും കടുത്ത ഭാഷയിൽ രംഗത്തെത്തിയത്. സഭയുടെ നിലപാടുകളിലും ദീപിക പത്രം സ്വീകരിക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങളിലും അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഈ പ്രസ്താവനകൾ വിശ്വാസികൾക്കിടയിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ പ്രതിഷേധത്തിന് കാരണമായി. ബിഷപ്പിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്ന പൊതുവികാരവും ശക്തമാണ്. പി.സി. ജോർജിന്റെ കടന്നാക്രമണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയ ചാണ്ടിയുമ്മൻ വ്യക്തിപരമായ അധിക്ഷേപങ്ങളെക്കാൾ ജനാധിപത്യ തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രധാന വശങ്ങൾ ഇവയാണ്. ദീപിക സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന പത്രമാണ് എന്ന ചാണ്ടിയുമ്മന്റെ പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. ഒരു മാധ്യമം എപ്പോഴും ഭരണകൂടത്തിനൊപ്പമോ ഒരു പ്രത്യേക രാഷ്ട്രീയ പക്ഷത്തോ നിൽക്കണമെന്നില്ല. ദീപിക പത്രം തന്റെ പിതാവായ ഉമ്മൻചാണ്ടിക്കെതിരെയും അന്നത്തെ UDF സർക്കാരിനെതിരെയും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചു. മാധ്യമങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് പറയാനും എഴുതാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭരണകൂടത്തിന്റെയോ വ്യക്തികളുടെയോ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നത് മാധ്യമങ്ങളുടെ ധർമ്മമാണ്. അതിനെ വായ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.